السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, 25/4/2025 ബറക്കത്തുന എന്ന ശീർഷകത്തിൽ പ്രായമായവർ നമുക്ക് അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. പ്രായമായവർ ഒരു സമൂഹത്തിൽ വലിയ ആശ്വാസവും അനുഗ്രഹവുമാണ്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അവരോട് നാം ബഹുമാനവും ആദരവും കാണിക്കണം. ഒരു സമൂഹത്തെ വിലയിരുത്തപ്പെടുന്നത് അവരിൽ പ്രായം ചെന്നവരോട് എങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്ന് നോക്കിയിട്ടാണ്. നമുക്ക് വഴി കാണിച്ചു തന്നവരാണവർ. അവരോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഉപ്പയെയും ചുമന്ന് തിരുസന്നിധിയിൽ എത്തിയപ്പോൾ നബിതങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹപൂർവ്വം ചോദിച്ചു, എന്തുകൊണ്ട് നീ എന്നെ വിവരം അറിയിച്ചില്ല? ഞാൻ ഉപ്പയുടെ അടുത്തേക്ക് അങ്ങോട്ട് നടന്നു വരുമായിരുന്നല്ലോ. ഉപ്പാക്ക് പ്രായക്കൂടുതലുള്ളവരല്ലേ, അവരോട് നാം ആശ്വാസം കാണിക്കേണ്ടതല്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അവരോട് നാം സ്നേഹം കാണിക്കണം, ആദരവ് കാണിക്കണം. പ്രായമായവർ നമുക്ക് വലിയ അനുഗ്രഹവും ആശ്വാസവുമാണ്. നമ്മുടെ കാവൽ ഭടന്മാരാണവർ. നമ്മെ അവർ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വെളിച്ചം കൂടിയാണ്. ഹദീസിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യശീബു ശൈബത്തൻ ഫിൽ ഇസ്ലാമി ഇല്ലാ കാനത്തു ലഹു നൂറൻ യൗമൽ ഖിയാമ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിലായിരിക്കെ പ്രായമുള്ളവരായാൽ അവർ അന്ത്യനാളിൽ നമുക്ക് വെളിച്ചമാണ്. അവരെ ബഹുമാനിക്കൽ, അവരെ ആദരിക്കൽ റബ്ബിനെ ബഹുമാനിക്കുന്നതിനോടും ആദരിക്കുന്നതിനോടും തുല്യമാണ്. സൃഷ്ടാവായ റബ്ബിനോട് നാം കാണിക്കുന്ന ആദരവാണത്. നബിതങ്ങൾ പറഞ്ഞു, ഇന്നമിൻ ഇജ്ലാലില്ലാഹി ഇക്റാമതി ശൈബത്തിൽ മുസ്ലിം. അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ് പ്രായം ചെന്ന മുസ്ലിമായ മനുഷ്യനെ ബഹുമാനിക്കുക എന്നത്. എങ്ങനെ അത് വലിയ അനുഗ്രഹമാകാതിരിക്കും? അവർ സമൂഹത്തിന്റെ നെടും തൂണാണ്, വീടുകളുടെ ബറക്കത്താണ്. ഹദീസിൽ തിരുദൂതർ പറയുന്നുണ്ട്, അൽ ബറക്കത്തു മഅ അകാബിരിക്കും. എല്ലാ അനുഗ്രഹവും നിങ്ങളിൽ പ്രായം ചെന്നവരോടൊപ്പമാണ്. അവർ നമുക്ക് തണൽമരമാണ്. നമുക്ക് അവർ ഒരു പാഠശാലയാണ്. എന്തൊക്കെ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. എത്ര സ്നേഹമസൃണമായിട്ടാണ് അവർ നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. നാം അവരോട് അങ്ങനെ തന്നെ പെരുമാറണം. അവരിൽ നമുക്ക് പാഠങ്ങളുണ്ട്. അവരോട് നാം ആദരവും ബഹുമാനവും ഉള്ളവരാകണം. അവർ നമുക്ക് മുന്നേ നടന്നവരാണ്. നമുക്ക് വഴി കാണിച്ചു തരുന്നവരും നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ മുറുകെ പിടിച്ചവരാണ്. നമ്മുടെ പിതാമഹന്മാർ നമുക്ക് പകർന്നു തന്ന അനന്തരങ്ങൾ അവരിലൂടെയാണ് നമ്മിലേക്ക് കൈമാറപ്പെട്ടിട്ടുള്ളത്. അവരെ നാം പരിഗണിക്കണം. അവരുടെ കാര്യങ്ങൾ എപ്പോഴും നാം ശ്രദ്ധിക്കണം. മാന്യമായ സമീപനമാണ് അവരോടുണ്ടാകേണ്ടത്. ഖുർആൻ പറഞ്ഞല്ലോ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? വലിയവരെ ബഹുമാനിക്കുക, അവരോട് ആദരവ് കാണിക്കുക. തിരുദൂതർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറന. വലിയവരോട് ബഹുമാനം കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. മക്കൾ മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കണം. നമ്മുടെ വല്യപ്പന്മാരോടും വല്യമ്മമാരോടുമൊക്കെ നാം ആദരവ് പ്രകടിപ്പിക്കണം. അല്ലാഹു തആല പ്രത്യേകം മക്കളോട് പറഞ്ഞല്ലോ, ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മക്കളുടെ ബാധ്യതയാണ്. പ്രായമായ ഉമ്മയോ ഉപ്പയോ അവർ രണ്ടുപേർ അല്ലെങ്കിൽ അവർ ആരെങ്കിലും ഒരാൾ നിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അവരോട് നീ
ചേ എന്ന് പോലും പറയരുത്, പരുഷമായി സംസാരിക്കരുത്, മാന്യമായ വർത്തമാനമാകണം അവരോട് ഉണ്ടാകേണ്ടത്. ഒരു മകൻ ഉപ്പയെ ബഹുമാനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഉപ്പയോട് സ്നേഹവാത്സല്യത്തോടുകൂടെ മകൻ ഇടപഴകുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരാനന്ദം ലഭിക്കും. നമ്മളത് കൊണ്ടിട്ട് അവരെ കൈപിടിച്ച് മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയാണ് മകൻ. ഉപ്പയുടെ ക്ഷീണം ആശ്വസിപ്പിച്ചു കൊടുക്കുകയാണ്. പതിയെ പതിയെ തന്നെ ഉപ്പ സ്റ്റെപ്പ് വെക്കുന്നുള്ളൂ എങ്കിലും ഉപ്പയുടെ കൂടെ നടക്കുകയാണ്. നല്ല വർത്തമാനങ്ങൾ ഉപ്പയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സദസ്സുകളിൽ ഉപ്പാക്ക് പരിഗണന നൽകി മുൻപിൽ സീറ്റൊരുക്കി കൊടുക്കുന്നു. ഉപ്പയെ പരിചരിക്കുമ്പോൾ അയാൾ ടെലിഫോൺ പോലും ശ്രദ്ധിക്കുന്നില്ല. ഉപ്പയുടെ സംസാരം കേൾക്കുമ്പോൾ കാത് കൂർപ്പിച്ച് പിടിച്ചു നിൽക്കുന്നു. ഇടയ്ക്ക് സംസാരം മുറിച്ചു പോകുന്ന ഒന്നും ആ മകനിൽ നിന്നുണ്ടാകുന്നില്ല. ആ മകനെ കാണുമ്പോൾ നമുക്ക് എന്ത് ആശ്വാസമാണ്, എന്ത് സന്തോഷമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സദസ്യരുടെ കൂട്ടത്തിൽ നിന്ന് പ്രായം കുറഞ്ഞൊരാൾ പ്രസംഗിക്കാൻ ഒരുങ്ങിയപ്പോൾ കബ്ബിർ കബ്ബിർ, നീ വലിയവർക്ക് പരിഗണന കൊടുക്ക്, വലിയവർക്ക് പരിഗണന കൊടുക്ക് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ നാം ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കണം. അവരെ എപ്പോഴും നാം സന്തോഷിപ്പിക്കണം. അവരുടെ കൂടെ നാം ഉണ്ടാകണം. അവർക്ക് എന്തിനാണോ സന്തോഷം കിട്ടുന്നത്, ആനന്ദം ലഭിക്കുന്നത് എങ്കിൽ അത് നാം ശ്രദ്ധിക്കണം. രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ചറിയണം. അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം. മനസ്സിലേക്ക് എപ്പോഴും സന്തോഷം പകർന്ന് കൊടുക്കണം. നമ്മൾ നല്ല വർത്തമാനങ്ങൾ, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ എപ്പോഴും നമ്മിൽ നിന്നുണ്ടാകണം. അവരെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് അവരുടെ ഏകാന്തതകൾ നാം അകറ്റണം. ഇനി അതിന് നമുക്ക് കഴിയില്ലെങ്കിൽ ടെലിഫോണിലൂടെ അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവരുടെ മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കണം. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഉപ്പമാരോടും ഉമ്മമാരോടും വല്യപ്പമാരോടും വല്യമ്മമാരോടുമൊക്കെയുള്ള നമ്മുടെ സമീപനം അങ്ങനെ ഉണ്ടാകണം. അവരുടെ വാക്കുകളെ നിസ്സാരപ്പെടുത്തുകയോ പരിഹാസ രൂപത്തിൽ കാണുകയോ നാം ഒരിക്കലും ചെയ്യരുത്. അവരെ ഒരു നിമിഷം പോലും നാം മറന്നു കളയരുത്. അതൊക്കെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരുടെ പട്ടികയിൽ നാം പെട്ടുപോകാൻ കാരണമാകും. അവരെ പറ്റിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്, ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രായം ചെന്നവരോട് കൂടെ നാം ഒരു മജ്‌ലിസിലിരിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് പലതും ലഭിക്കും. അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ കൊടുക്കലുകൾ വാങ്ങലുകൾ, അതിൽ നിന്നൊക്കെ നമുക്ക് പാഠമുണ്ട്. നാം അവരെ കാണുമ്പോൾ സലാം പറയണം. നമ്മുടെ മക്കളോടും നമ്മൾ അത് പഠിപ്പിക്കണം. മക്കളോട് വലിയവരെ ബഹുമാനിക്കാനും ആദരവ് കാണിക്കാനും നാം ശീലിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയവർ യുസല്ലിമു സ്വഗീറു അലൽ കബീർ, ചെറിയവരാണ് വലിയവർക്ക് സലാം പറയേണ്ടത്. സംസാരിക്കുമ്പോൾ നാം അദബും മര്യാദയും പാലിക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഞാൻ തിരുനബിയുടെ സദസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് സദസ്യരോട് ചോദിച്ചു, ഇന്ന മിന ശജരി ശജറത്തൻ മതലുഹാ കമതലിൽ മുസ്ലിം, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യനോട് സാമ്യമുള്ള സാദൃശ്യമുള്ള ഒരു വൃക്ഷമുണ്ട്, അതേതാണ് എന്ന്. ഞാനതിനു മറുപടി പറയാൻ ഒരുങ്ങി. ഉത്തരം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നു, അത് ഈന്തപ്പനയാണ്. പക്ഷേ വലിയവർ ഇരിക്കുന്ന സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് ഞാൻ മറുപടി പറയുമ്പോൾ അതൊരു മര്യാദക്കേടാകുമോ എന്ന് കരുതിയിട്ട് ഞാൻ നിശബ്ദനായി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് നാം നല്ല ഉപദേശം കൊടുക്കണം.
വലിയവരുടെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കാൻ അവരെ ശീലിപ്പിക്കണം. അവരിൽ നിന്ന് പഠിക്കാനും പകർത്താനും നാം അവരോട് പറയണം. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി അവരെ കൊണ്ടും നാം പ്രാർത്ഥിപ്പിക്കണം. അവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. വല്യപ്പമാർ വല്യമ്മമാരൊക്കെ മക്കൾക്കും പേരമക്കൾക്കുമൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരിൽ, വല്യപ്പമാരെയും വല്യമ്മമാരെയും ഒക്കെ ബഹുമാനിക്കുന്നവരിൽ, പ്രായമേറിയവരോട് ആദരവ് കാണിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നീ എപ്പോഴും നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.